Okay. Last class evidam vare ettiyayirunnu nammal makkale. Anvariya nammal evada vare ettiyayirunnu? Types of acid, mineral, organic. Properties of acid ellam padichalle nammal. Acid have sour taste. Acid turn blue, litmus red. All acids solutions conduct electricity. Electricity kadthi vidu. Next acids are corrosive. That means അതായത് ദ്രവിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. അതായത് എല്ലാത്തിനെയും അലിയിപ്പിച്ച് സ്ലോലി ഒറ്റയടിക്കുന്നല്ല, സ്ലോ അത് എല്ലാം ദ്രവിച്ചു പോകും. അങ്ങനെ അതിനെ ദ്രവിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. അതാ പറഞ്ഞത് നമ്മൾ പറഞ്ഞ സ്ട്രോങ് ആസിഡ് ഡിസ്ട്രോയ് പേപ്പർ, ക്ലോത്ത് ഓർ വുഡ്. ആസിഡ് ഓൾസോ corrode metals like iron and aluminum. അപ്പൊ നമ്മൾ അതൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ, പറഞ്ഞു തന്നല്ലായിരുന്നോ? ഓക്കെ, നെക്സ്റ്റ് types of properties of acids. Properties of acid അല്ലേ പഠിക്കണ്ടേ ഇനി? പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് അല്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ ഉണ്ടോ നിങ്ങൾക്ക്? മൈക്രോഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് വെച്ചാൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് ആണ് നമ്മളിപ്പോ പഠിച്ചത്, കഴിഞ്ഞ ദിവസം പഠിച്ചത്. അതായത് ഓൾ ആസിഡ്സ് ആർ സോർ. പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡിൽ ഫസ്റ്റ് വൺ ഈസ് സോർ ടേസ്റ്റ് ആണ്. ഇതിന് എല്ലാ ആസിഡിനും സോർ ടേസ്റ്റ്. അത് ഓർഗാനിക് ആയിക്കോട്ടെ, കെമിക്കൽ ആയിട്ടുള്ളതായിക്കോട്ടെ, മിനറൽ ആസിഡ് ആയിക്കോട്ടെ, ഏത് ആയിക്കോട്ടെ, ഓൾ ആസിഡ്സ് വിൽ ബി sour in taste. ഇനി all acids turn blue litmus into red കളറിലേക്ക് ആക്കും. അത് നമ്മൾ അന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് കാണിച്ചതാണ്. നെക്സ്റ്റ് തേർഡ് പോയിന്റ് ഇസ് all acid solutions conduct electricity. ഇലക്ട്രിസിറ്റി കടത്തിവിടും, അതിനുള്ള കഴിവുണ്ട് എല്ലാ ആസിഡ് സൊല്യൂഷൻസിനും. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ഇസ് ആസിഡ്സ് ആർ corrosive. Corrosive means it has the capacity to destroy the things, means to slowly to melt അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ദ്രവിപ്പിക്കുക. അതിനെ ദ്രവിപ്പിച്ച് കളയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പേപ്പറിൽ ആസിഡ് പറ്റി കഴിഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ മുറിഞ്ഞ് പൊടിഞ്ഞു പോകും. പിന്നെ വുഡ് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യം നല്ല ഉദ്ദേശിക്കുന്നത്. വുഡിനെയൊക്കെ ആസിഡ് എന്ത് ചെയ്യുന്നു, സ്ലോലി അത് പൊടിഞ്ഞു പോകാനുള്ള ഇതുണ്ട്, അതിന് കഴിക്കും. ക്ലോത്ത്, വുഡ്, പേപ്പർ ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ടോയ്ലറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി, അതായത് കറയൊക്കെ പിടിച്ച സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പണ്ടൊക്കെ ആസിഡ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? ഓക്കെ. Therefore acids are not stored in metal containers. ഇനി മെറ്റൽസ് ലൈക്ക് അലുമിനിയം ആൻഡ് അലുമിനിയം പാത്രത്തിലൊക്കെ ഈ ആസിഡ് ഒക്കെ പറ്റി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അതിന് കിഴുത്ത് വീഴും എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവലി അതിന് എന്ത് സംഭവിക്കുന്നു, ഹോൾസ് വരാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും ഭാഗം ആസിഡ് ഉള്ള അത്രയും ഭാഗം ദ്രവിച്ച് ഈ അലുമിനിയം ഒക്കെ ദ്രവിച്ചു പോകും. പിന്നെ അതിന് കിഴുത്ത് വീഴും, ബക്കറ്റിന് ഹോൾസ് വരും. ഓക്കെ, അലുമിനിയം വെസൽസിനൊക്കെ. So we know that acids are not stored in such vessels like aluminum, iron and all. Instead in glass bottles, otherwise in plastic bottles, plastic cans and all. Plastic canilo, plastic bottle, glass bottle ഒക്കെ ആയിട്ടാണ് ആസിഡ്സ് സൂക്ഷിച്ചു വെക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള ആസിഡ് എപ്പോഴെങ്കിലും അലുമിനിയത്തിന്റെ പാത്രത്തിലോ സ്റ്റീലിന്റെ പാത്രത്തിലോ ഒഴിച്ചു വെക്കാറുണ്ടോ? ഇല്ല, നെവർ. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ പ്ലാസ്റ്റിക് ഓർ ഇൻ ഗ്ലാസ് വെസൽസ്. മീൻസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വെക്കുന്നതല്ല, അടച്ചു വിട്ടുന്നത് ലൈക്ക് ബോട്ടിൽസ്. Glass containers are used for storing acids. Mineral acid except carbonic acid cause burns on the skin and therefore should be handled with carefully. ഇത്ര നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. Acid always should be handled with care. നെക്സ്റ്റ് ഷോൺ എവിടെ പോയി? വീഡിയോ ഒക്കെ ഓഫ് ആക്കി വെച്ചിട്ട്. Acids are soluble in water. When an acid is dissolved in water, a dilute solution of the acid is formed and heat is given out. For this reason, it is dangerous to add water to acid. To dilute an acid, always add acid to water slowly with a constant stirring. See, next one important point, acid is soluble in water. Acid വെള്ളത്തിൽ soluble ആണ്. So when an acid is dissolved in water, a dilute solution of the acid is formed and heat is given out.
നമ്മളോ ആസിഡ് വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സൊല്യൂഷൻ ഓഫ് ദ ആസിഡ് ഈസ് ഫോംഡ്. ആസിഡ് സൊല്യൂഷൻ ഈസ് ഫോംഡ്. ദെൻ ഹീറ്റ് കംസ് ഔട്ട്. അതിൽ നിന്ന് ചൂടുണ്ടാകും. എനിക്ക് തോന്നുന്നു നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങളുടെ സ്കൂളിൽ വെച്ച്, പുളിങ്ങോ സ്കൂളിലെ കുട്ടികളാണല്ലോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാരും, നിങ്ങളുടെ സ്കൂളിൽ വെച്ച് ഈ ലിക്വിഡ് സോപ്പും പിന്നെ സോപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് സ്കൂളിൽ കാണിച്ചെന്ന് ഓർമ്മയുണ്ടോ? ലിക്വിഡ് സോപ്പ് മീൻസ് ഡിഷ് വാഷ്, പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ഒക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടില്ലേ? കാണിച്ചു തന്നിട്ടോ? ഉണ്ടോ പേട്ടെ? ഇല്ല? നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടാക്കിയില്ല? സോപ്പ് പൊടിയൊക്കെ ഉണ്ടാക്കിയില്ലായിരുന്നു നിങ്ങളുടെ സ്കൂളില്? മിസ് ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ ഞങ്ങൾ എക്സ്പീരിയൻസ് കാണിച്ചു തന്നില്ല. പിന്നെ ആരാ ഉണ്ടാക്കിയേ? നിങ്ങളെ പിന്നെ എന്ത് ചെയ്തത്? മിസ് ടീച്ചേഴ്സ് ഉണ്ടാക്കിയേ. നിങ്ങൾ കണ്ടില്ല? ഇല്ല. ഓക്കെ, അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, സോ അതിലൊരു സാധനമുണ്ട്, സ്ലറി എന്ന് പറയുന്ന ഒരു സാധനം. അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഹീറ്റ് ഉണ്ടാകും, ചൂടുണ്ടാകും. അപ്പൊ നമ്മൾ ഒരിക്കലും കെമിക്കൽ റിയാക്ഷൻ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ വി ഷുഡ് നോട്ട് യൂസ് അവർ ഹാൻഡ് ആൻഡ് ഓൾ. നമ്മൾ ഒരിക്കലും നമ്മുടെ കൈ ഉപയോഗിച്ചൊന്നും അത് ഇളക്കാൻ പാടില്ല. സ്റ്റെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ നീളമുള്ള ഒരു കോല്, കുറച്ച് നീളമുള്ള ഒരു കോല് വെച്ചിട്ട് വേണം. കാരണം കെമിക്കൽ റിയാക്ഷന്റെ ഭാഗത്ത് ഹീറ്റ് ഒക്കെ ഉണ്ടാകും, അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആസിഡില്, when an acid is dissolved in water, a dilute solution of the acid is formed and heat is given out. For this reason, it is dangerous to add water to acid. വെള്ളത്തിലേക്ക് അതായത് ആസിഡിന്റെ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയല്ല ചെയ്യുന്നത് ഒരിക്കലും. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ എന്താ പറയേണ്ടത്, ഇപ്പൊ ഈ റബ്ബറൊക്കെ വെട്ടുന്ന ആൾക്കാർ ഇതെല്ലാരും പോയോ? ദിയായും ആൻമരിയും ഒക്കെ പോയല്ലോ. ഇനിയിപ്പം രണ്ടുപേരിലായി, കുറച്ച് കഴിയുമ്പോഴത്തേനും അതും ഇല്ലാണ്ടാകും. ഷോണേ, എന്താ വീഡിയോ ഒക്കെ മാറ്റി വെച്ചേക്കുന്നേ? എന്റെ വീഡിയോ ഇവിടെ ഓൺ ആണല്ലോ. എന്നിട്ട് നിന്റെ ഫാമിലി വീഡിയോ ആണല്ലോ ഇവിടെ വന്നേക്കുന്ന, ഫോട്ടോ ആണല്ലോ വന്നേക്കുന്നത് ഇവിടെ. അതാ ഫാദർ, മദർ, ഗ്രാൻഡ് മദർ, സിസ്റ്റർ ആൻഡ് യു. ഓക്കെ, ഇനിയിപ്പോ നമുക്കത് എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി. അപ്പം ഓണാ, പക്ഷെ ഇപ്പൊ ഓണാണ്. അതിന് മുന്നേ എന്നായിരുന്നു? സ്റ്റക്കല്ല, അവന്റെ ആ ഫോട്ടോ അല്ല വന്നോണ്ടിരുന്നത്, അവനെ കാണുന്നില്ലായിരുന്നല്ലോ. ശരി. വെള്ളം നമ്മൾ ആസിഡിലേക്ക് ഒഴിക്കുകയല്ല ചെയ്യുന്നത്. വെള്ളം നമ്മൾ ആസിഡ്, അതേസമയം വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ആസിഡ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് ഒരു ബോട്ടിലിനകത്ത് അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്ത് ആസിഡ് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിക്കാറില്ല. ബിക്കോസ് അതിൽ നിന്നും പെട്ടെന്ന് കുറെ ആസിഡ് ഉണ്ടാവും അല്ലെ, അതിൽ നിന്ന് പെട്ടെന്ന് റിയാക്ഷൻ ആയിട്ട് ചൂടും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകും. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ടേക്ക് വാട്ടർ ഫസ്റ്റ് ആൻഡ് വി ആഡ് ആസിഡ് ഇൻ ടു ദാറ്റ്. അതുകൊണ്ട് നമ്മൾ ആദ്യം വെള്ളം എടുത്തിട്ട് വെള്ളത്തിലേക്ക് കുറേശ്ശെ ആസിഡ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? കാരണം ഇത് ഡിസോൾവ് ആകുന്നതുകൊണ്ട് അവിടെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നു, ഹീറ്റ് ഉണ്ടാകുന്നു. അപ്പം കുറെ ആസിഡിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഫസ്റ്റ് കുറച്ച് വെള്ളമല്ലേ വീഴുന്നുള്ളൂ, അങ്ങനെയാണ്. അതിന് പകരം first we take water, then we add acid into that. For this reason, it is dangerous to add water to acid. To dilute an acid, നമ്മൾ എന്ത് ചെയ്യുന്നു? First we always add acid to water. അപ്പം ആസിഡ് കുറേശ്ശേ വീഴുള്ളൂ, മനസ്സിലായി, വെള്ളത്തിനകത്തോട്ട്. അപ്പൊ അത് ഡൈലൂട്ട് ആയിക്കോളും. ഇനി we have to stir it well. Slowly we have to add the acid and we have to stir it well. പതുക്കെ നമ്മൾ ആസിഡ് ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ ആസിഡ് ഈ റബ്ബറിനൊക്കെ വേണ്ടിയിട്ട് ആസിഡ് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനി പപ്പയൊക്കെ ചെയ്യുന്ന സമയത്ത് പപ്പയോട് പറയണം, I want to see that how whether he is adding water to acid or acid to water. ഏത് ആക്ഷൻ എടുക്കുന്നത് നോക്കുക. ഒരിക്കലും പപ്പ he won't add water to acid. ആസിഡിലേക്ക് വെള്ളം ഒഴിക്കുകയല്ല, പകരം വെള്ളത്തിലേക്ക് കുറേശ്ശെ ആസിഡ് ഒഴിക്കും. then he will stir it well. കാരണം റിയാക്ഷൻ പെട്ടെന്ന് ഉണ്ടാകും. അതുകൊണ്ട് നന്നായിട്ട് slowly and with constant stirring. Stirring means ഇളക്കിക്കൊണ്ടിരിക്കും, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. കോൺസ്റ്റന്റ് മീൻസ് കുറെ സമയത്ത് തന്നെ ഇളക്കി അത് മിക്സ് ആക്കും. Let us study some chemical properties of acids. Whether I can share the screen or not. Let me see. ഒരു experiment കാണിക്കാൻ പറ്റുമോ?
Mixing sulfuric acid with water is a highly exothermic process and releases great deal of heat owing to the hydration of the resulting hydrogen and sulfate ions. Therefore, mixing sulfuric acid with water See, this is sulfuric acid വെള്ളത്തിലേക്ക് ഒഴിക്കുന്നത്. owing to the hydration of the resulting hydrogen and sulfate ions. Therefore, diluting concentrated solutions of this acid presents a certain hazard in the laboratory. The proper way of diluting is to pour the acid into water slowly and then carefully mix the contents. So, stare ചെയ്യുന്നുണ്ടോ നന്നായിട്ട്? Never try to pour water into the acid, since this may cause the solution to boil violently and spit out drops of acid. Always follow the old saying, do as you oughta, add acid to water. So, never should pour water into acid. Instead, what we have to do? We have to pour acid into the water. നേരെ തിരിച്ചേ ചെയ്യാവുള്ളൂ എന്നർത്ഥം. Okay. മനസ്സിലായില്ലേ? ഒരിക്കലും നമ്മൾ ആസിഡിലേക്ക് വെള്ളം ഒഴിക്കരുത്, പകരം ആസിഡ് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഒഴിക്കണം. ആദ്യം വെള്ളമാണ് എടുക്കേണ്ടത്. വെള്ളം എപ്പോഴും കൂടുതലായിരിക്കുമല്ലോ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ്. Reaction with the metals. All acids contain hydrogen atom or atoms. Dilute acids react with some metals to form salt and hydrogen gas. The metals replace the hydrogen of acids to form salts. See, in all acids there will be hydrogen atoms. എല്ലാ ആസിഡുകളിലും hydrogen atom ഉണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും ആറ്റം കൂടെ കാണും. All acids contain hydrogen atom or atoms. Dilute acids react with some metals to form salt and hydrogen gases. ഇനി ഡൈലൂട്ട് ചെയ്യുന്നത്, അതായത് മിക്സ് ചെയ്തിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് ഡൈലൂട്ടഡ് ആക്കിയിട്ടുള്ള ആസിഡ്സുകൾ ഓൾവേസ് റിയാക്ട് വിത്ത് സം മെറ്റൽസ്, എന്തെങ്കിലും മെറ്റൽസ് വേറെ ഏതെങ്കിലും മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ടു ഫോം സോൾട്ട് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. സോൾട്ട് ഹൈഡ്രജൻ ആക്സും കൂടെ അത് ഞാൻ ഇത് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. Experiment for सर गाड़ी की चाबी देख रहा हूँ कई दिनों से लेट आ रहे हैं। सर कल से लेट नहीं
कल से कैसे लेट नहीं होगा? मतलब कल से बिटिया की तुम्हारे मोबाइल पर क्लासेस बंद। Have you seen that sometimes when you accidentally spill some lemon juice on a surface, it leaves a stain? This happens because the lemon juice is acidic in nature and it reacts with the surface. Now let us see what kind of reaction occurs if acids come in contact with metal. We need zinc granules, which are metal, dilute at the Zinc, hydrochloric acid, sulfuric acid, matchbox. We will put zinc granules over the beaker. Metal another. Observe that zinc reacts with acid and gas. Gas is formed. Chandelian difference നോക്കാം. Dilute hydrochloric acid, light a matchstick and introduce it to the gas of the beaker. You see that the Diluted ആയിട്ടുള്ളത് നോക്കാം. beaker. Let's try it again. Take the beaker containing dilute sulfuric acid instead. Again, test the gas using a lit matchstick. Listen carefully for the sound. A pop sound is a clear indication the gas involved is hydrogen. So when a metal reacts with an acid, hydrogen gas is released. In the first case, zinc combines with hydrochloric acid to form zinc chloride and hydrogen gas. Zn plus 2HCl gives Cl2 plus H2. In the second case, when zinc reacts with sulfuric acid, it gives zinc sulfate plus H2. Zn plus H2SO4 gives ZnSO4 plus H2, which is hydrogen. You can try this in the lab or at home with a metal like iron that is easily available. Okay. ഇതാണ് experiment. If acid reacts with any metals to form salt and hydrogen gas. രണ്ടിലും കണ്ടില്ലായിരുന്നോ? രണ്ട് എക്സ്പെരിമെന്റിലും കണ്ടില്ല. ഹൈഡ്രജൻ ഗ്യാസും അതുപോലെ തന്നെ സോൾട്ടും ഉണ്ടാകുന്നു. ഇപ്പൊ ഈ താഴെ പറഞ്ഞതിന് സിങ്കിന്റെ ആണ് നമ്മളിപ്പം കണ്ട എക്സ്പെരിമെന്റ്. സിങ്ക് H2SO4 സൾഫറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നു. ഓക്കെ. Similarly, sodium, potassium, calcium, iron, lead and aluminum replace hydrogen from acids to form salts. ഇതിലെ ഏത് മെറ്റൽ നമ്മൾ ഉപയോഗിച്ചാലും ഇങ്ങനെ റീപ്ലേസ്മെന്റ് ഉണ്ടാകും. അതിന് പകരം ഹൈഡ്രജനും പിന്നെ സോൾട്ടും ഉണ്ടാകുന്നു. Less reactive metals such as copper, silver and gold cannot replace hydrogen from acids. So, but all metals do not have this capacity. Some less reactive metals like copper, silver, gold and all cannot make or cannot replace the hydrogen gas from acid. Acidil നിന്ന് hydrogen gas ഉണ്ടാക്കാൻ വളരെ കുറച്ച് ലൈക്ക് കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ് ഇതുപോലെയുള്ള ലെസ് റിയാക്ടിവിറ്റി ഉള്ള മെറ്റൽസിൽ നിന്നും ആവില്ല. ബാക്കി ഈ പറഞ്ഞ മോളിൽ പറഞ്ഞ എല്ലാം, അതായത് സിങ്ക്, കാൽസ്യം, അയൺ, പൊട്ടാസ്യം, സോഡിയം ഒക്കെ ഇതുപോലെ ഹൈഡ്രജനും സോൾട്ടും റീപ്ലേസ് ചെയ്യും. Reaction with the carbonates. Dilute acids react with the carbonates such as calcium carbonate or sodium carbonate from salt and carbon dioxide. Next experiment I will show you. To prove
Metal carbonates, bicarbonates. Acid plus sodium carbonate. Basically, how metal carbonate and metal bicarbonate. If you mix baking soda, also known as sodium bicarbonate, with any acid, you can notice that a lot of bubbles are evolving. Effervescence is happening. If I zoom in, you can still see the bubbles coming out. Now this over here is carbon dioxide gas. And this is what we are going to talk about in this video. Basically, how metal carbonates and metal bicarbonate, they react with acid. So let's begin. Let's see how react with acid. So first I'm going to take an example. I have sodium carbonate, Na2CO3, and I'm going to react it with hydrochloric acid, HCl. And this is going to be a double displacement reaction. Here, the ions are going to exchange molecules. And we have talked about double displacement in a separate video. So can you pause the video over here and try to think about what are the products of this reaction going to be? And if you have tried it, let's see. So see, when I mix sodium carbonate and HCl in an aqueous solution, that or sodium hydrogen carbonate, NaHCO3, and I'm mixing that with an acid. Well, for my purpose, I'm using vinegar because it is an easily available acid. And now you can notice that there's a lot of gas that is evolving, a lot of bubbles are getting formed here. And we have seen that this gas is going to be carbon dioxide. But wait, how do This we is not know hydrogen, carbon dioxide. this gas is carbon dioxide? Because see, this gas does not have any peculiar color. This does not have any peculiar smell also. And we know that there are many gases that are colorless and odorless, like hydrogen, oxygen, nitrogen. All of these gases are colorless and odorless, and they are around us, right? So how do I experimentally verify that this particular gas is carbon dioxide? 1 minute, did you understand? ഇപ്പൊ ഇവിടെ നടന്ന റിയാക്ഷനിൽ ഹൈഡ്രജൻ ഗ്യാസ് ഇൻസ്റ്റെഡ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസസ് carbon dioxide comes out and it doesn't have any peculiar color or smell. ഇതിന് പ്രത്യേകിച്ച് ഒരു കളറോ സ്മെല്ലോ ഇല്ല, സാധാരണ വെള്ളത്തിന്റെ പോലെയാണ്. ഓക്കെ, നെക്സ്റ്റ്. This is carbon dioxide. So see, for that we are going to do a lime water test. So for this, I'm going to pass this gas to a solution of lime water. By the way, in chemistry, whenever I say lime water, I do not mean lemon juice. lemon juice A like dilute solution of calcium hydroxide in water. dilute calcium Calcium hydroxide in a lot of water. That is called lime water. And you can see that lime water is colorless, just like water. വെള്ളം പോലെ തന്നെയാണ് ഇതിനല്ലേ, കളർലെസ് ആണ്. Lime water, you can see that slowly the solution is turning milky, right? പതിയെ അത് മിൽക്കി കളർ ആകുന്ന, പാല് പോലെ ആകുന്നുണ്ടല്ലോ അല്ലേ? ആ, More carbon dioxide for a long period of time. Then you can notice that the solution turns back to being colorless. Well, I haven't shown that, well, I haven't done that because that takes a lot of time. Just take my word, okay? So here we see that the lime water was colorless to begin with, but after some time of passing this gas, it becomes milky. And after a long time of passing this gas, it turns back to being colorless. So colorless to milky to being back to colorless. see first it was colorless like water, വെള്ളം പോലെ തന്നെയായിരുന്നു. പിന്നെ അതിനകത്ത് കാർബൺ ഡയോക്സൈഡ് ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? മിൽക്കി കളറായി അല്ലേ? മിൽക്ക് പാല് പോലെ ആയില്ലേ? ആഫ്റ്റർ ദാറ്റ് അഗെയിൻ ഇറ്റ് വിൽ ബിക്കം കളർലെസ്. പിന്നെ വീണ്ടും അഗെയിൻ ഇറ്റ് വിൽ ബിക്കം കളർലെസ്, വെള്ള കളർ ഇല്ലാതെയാകും. ഓക്കെ, This observation can only be seen with carbon dioxide gas. So that's why this experiment proves that the gas being released is carbon dioxide gas. No other gas will show the same observation with lime water. Right? okay. So dilute acids reacts with carbonates ൽ എന്ത് സംഭവിക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ? Did you understand now? Okay. This the reaction of sodium carbonates with sulfuric acid is used to prepare carbon dioxide in the laboratory. ഇപ്പൊ നമ്മൾ കണ്ട എക്സ്പെരിമെന്റിൽ ആ ഒരു മെത്തേഡ് ആണ് നമ്മൾ സയൻസ് ലാബോറട്ടറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. This reaction with the bases. Take about 10 milli of dilute sodium hydroxide solution in a test tube. Add to ഇതും നമ്മൾ എക്സ്പെരിമെന്റ് തന്നെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നെന്ന് തോന്നുന്നു. So take about
10 milliliter of dilute sodium hydroxide solution in a test tube. Add to it a drop of methyl orange. The solution will turn yellow. Take a little dilute. This experiment reaction of an acid with a base. Hydrochloric acid and sodium carbonate. Acid base. No sound for this. Pink is purple. Should no sound for this. Wait. Let me see where any other videos are there or not. The purple it became into green color. ആദ്യം കണ്ടത് തന്നെ പറയാം. ഏതാടാ ഫിഫ്താ? ഫസ്റ്റ് ഇതിന്റെ കളർ നോക്കുക. ഹൈഡ്രോക്ലോറിക് ആസിഡ് വെള്ളത്തിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചപ്പോൾ ഇതിന്റെ കളർ കണ്ടില്ലേ? ഇറ്റ് ബിക്കേം ദിസ് കളർ. സ്റ്റെയർ ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. സെക്കൻഡ് ഇതിലേക്ക് സോഡിയം ക്ലോറൈഡ് സോഡിയം കാർബണേറ്റ് ഒഴിച്ചു. ഇറ്റ്സ് കളർ ഈസ് നൗ സീ സംവാട്ട് പർപ്പിൾ കളർ, പിങ്ക് ആൻഡ് പർപ്പിൾ. ഇനി അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള കളർ ഉണ്ടോ? What color it is? Green color. Did you understand? Okay. ഇവിടെ ഇതാണ് നമ്മുടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന അങ്ങനെയാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ബേസ് ആണ്.
turns yellow after adding a drop of methyl orange. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കേ എന്താ റിയാക്ഷൻ വിത്ത് took place ഇവിടെ ഫസ്റ്റ് വണ്ണില് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഒഴിച്ചു അതൊരു ബേസ് ആണ്. ടെൻസ് യെല്ലോ ആഫ്റ്റർ സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് പിന്നെ ഡ്രോപ്പ് ഓഫ് മീഥൈൽ ഓറഞ്ച് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ് ബിക്കെയിം ഇൻടു യെല്ലോ കളർ. ഇനി കളർ ഓഫ് ദ സൊല്യൂഷൻ ചേഞ്ചസ് ടു പിങ്ക് ഓൺ ആഡിങ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. രണ്ടാമത്തേതില്ല. സോ ഈ കളർ ഇതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇഫ് ദ എബവ് എക്സ്പെരിമെന്റ് ഈസ് റിപ്പീറ്റഡ് വിത്ത് അനദർ ബേസ്, say potassium hydroxide and any other acid, say sulfuric acid, the reaction will be changed. Okay, see potassium hydroxide plus sulfuric acid is equal to potassium sulfate and water. ഇനി ഞാൻ അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് കാണിക്കാം. കാരണം നമുക്ക് ഇനി എക്സ്പെരിമെന്റ് ഒന്ന് ഇതിൽ സ്ലോ ആണ്. സോ ഇതിന്റെ ഇനി നിങ്ങൾക്ക് ഇനി അഗൈൻ ഡു യു ഹാവ് അഗൈൻ കമ്പ്യൂട്ടർ ക്ലാസ് ടുഡേ? രണ്ടാളും പോയോ? ഡു യു ഹാവ് എ കമ്പ്യൂട്ടർ ക്ലാസ് ടുഡേ? ഓക്കെ, ആഫ്റ്റർനൂൺ ഞാനിത് വീഡിയോ സഹിതം ഷെയർ ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, ബൈ ദെൻ.